സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമാണ് രേണു സുധി. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ രേണു സുധിയെപ്പോലെ ഇത്രത്തോളം മലയാളികൾക്കിടയിൽ ചർച്ചയായിട്ടുള്ള മറ്റൊരു സെലിബ്രിറ്റി ഇല്ല. ഭർത്താവും നടനും മിമിക്രി ആർട്ടിസ്റ്റുമായിട്ടുള്ള കൊല്ലം സുധിയുടെ മരണശേഷമാണ് അഭിനയവും മോഡലിംഗുമെല്ലാം രേണു പ്രൊഫഷനായി സ്വീകരിച്ചത്. ഉദ്ഘാടനങ്ങൾ, പ്രമോഷനുകൾ, ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നിവ വഴി മാസം നല്ലൊരു തുക രേണു ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട്. അതേസമയം പണം സമ്പാദിക്കാൻ രേണു തിരഞ്ഞെടുത്ത വഴികളോട് ഭൂരിഭാഗം പ്രേക്ഷകർക്കും എതിർപ്പാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി രേണുവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും അതിനുള്ള പരിശോധനയ്ക്കായി പരുമലയിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ചില പരിശോധനകൾ നടത്തിയെന്നുമാണ് പ്രചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ ഷെഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിൽ എന്തെല്ലാമാണ് സത്യമെന്നത് വ്യക്തമല്ല. അതേസമയം രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ രേണു പുതിയ പോസ്റ്റുമായി എത്തി. ഒരു ഫോട്ടോ പങ്കിട്ടുകൊണ്ട് താനൊരു ഫൈറ്ററാണെന്നും അത് സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുമെന്നുമാണ് രേണു ക്യാപ്ഷനായി കുറിച്ചത്. പിന്നാലെ ആ ക്യാപ്ഷൻ നീക്കം ചെയ്ത് ഒരു കറുത്ത നിറത്തിലുള്ള ഹാർട്ടിൻ്റെ ഇമോജി ക്യാപ്ഷനാക്കി. രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ രേണു ക്യാപ്ഷൻ കൂടി മാറ്റിയത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. രേണു പറയാൻ ഉദ്ദേശിച്ചത് അസുഖത്തെക്കുറിച്ചാണോ എന്നാണ് ചിലരുടെ സംശയം. അടുത്തിടെയായി തന്നെക്കുറിച്ച് ഏത് തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നാലും ഉടനടി പ്രതികരിക്കുന്ന രീതി രേണു കുറിച്ചിരുന്നു. ദുബായ് കൊല്ലം സുധിയുടെ മരണശേഷം കുടുംബം നോക്കുന്നത് രേണുവാണ്. കോട്ടയ്ക്ക് സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് മാതാപിതാക്കൾക്കും സഹോദരിയുടെ കുടുംബത്തിനും മകനുമൊപ്പം രേണുവിൻ്റെ താമസം. ഇൻസ്റ്റഗ്രാമിൽ നിറയെ ഫോളോവേഴ്സ് ഉള്ള താരമാണ് രേണു. നാട്ടിലും വിദേശത്തുമായി രേണുവിന് ആരാധകരുടെ നീണ്ട നിരയുണ്ട്. അടുത്തിടെ ഒരു വലിയ സൈബർ ആക്രമണത്തിലൂടെ രേണു സുധി കടന്നുപോയിരുന്നു. സുധിയുടെ മൂത്ത മകൻ കിച്ചു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷമായിരുന്നു അത്. പലരും രേണുവിന് നേരെ പതിവിലും ഏറെ വിമർശനങ്ങൾ ആ സംഭവത്തിന് ശേഷം നടത്തി. കിച്ചുവുമായി അതിനുശേഷം വലിയ സമ്പർക്കം രേണുവിനും കുടുംബത്തിനും ഉണ്ടായിരുന്നില്ല. രേണുവിന് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതും അതും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ 2nd സ്റ്റേജാണ് കണ്ടെത്തിയതെന്നും അതുൽ വ്ളോഗ്സാണ് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതറിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായെന്നും ബ്രസ്റ്റിലാണ് ക്യാൻസർ എന്നും ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ചെക്ക് ചെയ്ത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും രേണുവിൻ്റെ പ്രവൃത്തികൾക്കൊരു മാറ്റവുമില്ല. അത് കാണുമ്പോൾ ആ കാര്യത്തിൽ രേണുവിനോട് പുച്ഛം തോന്നുന്നു എന്നുമാണ് അതുലിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അതറിഞ്ഞു വെച്ച് പേക്കൂത്ത് കാണിക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞത് അസുഖത്തിൻ്റെ കാര്യം അപ്പോഴേ അറിയാവുന്നത് കൊണ്ടാണെന്നും അതുൽ പറയുന്നു. രേണുവിൻ്റെ അസുഖം ഇപ്പോൾ 2nd സ്റ്റേജിലാണെന്നാണ് അറിയാൻ ഇത്തരം അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ട വേദനകളും യാതനകളും കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമുണ്ട്. ദുബായിൽ വെച്ചാണ് രോഗം കണ്ടെത്തിയത്. ഒരു ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴാണ് പരിശോധനയിൽ ഈ വിഷയം കണ്ടത്. ഇങ്ങനൊരു അസുഖം കണ്ടെത്തിയിട്ടും എങ്ങനെ രേണുവിന് കോപ്രായ വീഡിയോകൾ നിരന്തരം ഇടാൻ കഴിയുന്നു എന്നാണ് ആലോചിക്കുന്നത് എന്നാണ് അതുലിൻ്റെ വാക്കുകൾ.